നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. അമീബിക് മസ്തിഷ്ക ജ്വരം ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് സൗജന്യമായി കേരളത്തിലെത്തിക്കാൻ ഡോക്ടർ ഷംഷീർ വയലിൽ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമായ നിർണായക മരുന്ന് ലഭ്യമാക്കാനുള്ള സർക്കാർ ശ്രമം ഫലം കാണുന്നു. ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് മിൽറ്റിഫോസിൻ അടിയന്തര പ്രാധാന്യത്തോടെ സൗജന്യമായി കേരളത്തിലെത്തിക്കാൻ NRI ഡോക്ടറും സംരംഭകനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ നടപടിയെടുത്തു. 56 മരുന്നുകളുള്ള ഒരു ബോക്സിന് 3.19 ലക്ഷം രൂപയാണ് വില. കൂടുതൽ ബാച്ചുകൾ തുടർ ദിവസങ്ങളിൽ എത്തും. അമീബിക് മസ്തിഷ്ക ജ്വരം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങളിൽ ഈ സഹായം നിർണായകമാകും. വൈകിട്ട് തിരുവനന്തപുരത്ത് മരുന്ന് സർക്കാരിന് കൈമാറും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 2 കുട്ടികൾ നിലവിൽ കോഴിക്കോട്ടെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഇംപാവിഡോ എന്ന പേരിൽ വിപണനം ചെയ്യപ്പെടുന്ന മിൽറ്റിഫോസിൻ രോഗചികിത്സയിൽ ഫലപ്രദമാണെന്ന് തിരിച്ചറിഞ്ഞാണ് മരുന്നെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങിയിരുന്നത്. ജർമ്മനിയിൽ മാത്രം ലഭ്യമായ മരുന്ന് വേഗത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുകളും നേരിട്ടു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി മരുന്നെത്തിക്കാൻ തയ്യാറാണെന്ന് ഡോക്ടർ ഷംഷീർ സർക്കാരിനെ അറിയിച്ചത്. നിലവിലെ കേസുകളിൽ പരിമിതമായി ലഭ്യമായ മിൽറ്റിഫോസിനാണ് സർക്കാർ ഉപയോഗിക്കുന്നത്. തടാകങ്ങൾ, കുളങ്ങൾ, ചൂട് നീരുറവുകൾ, നദികൾ എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന നെഗ്ലേറിയ ഫൗലേറി തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. അപൂർവ രോഗം ആഗോളതലത്തിൽ 300-ലേറെ പേർക്കാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 97% മരണനിരക്ക്. ആഗോളതലത്തിൽ മാരക രോഗത്തെ അതിജീവിച്ചതായി റിപ്പോർട്ട് ചെയ്തത് 11 കേസുകൾ മാത്രം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം 3 മരണം റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ചികിത്സയ്ക്കുള്ള ശാസ്ത്രീയ നടപടിക്രമങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ PAM കേസുകൾക്കായി മിൽറ്റിഫോസിൻ വാങ്ങുന്നതിനുള്ള സമീപകാല ശ്രമങ്ങൾ ഈ മാരകമായ അണുബാധയെ ചികിത്സിക്കുന്നതിൽ മരുന്നിന്റെ നിർണായക പങ്ക് എടുത്തു കാണിക്കുന്നു. PAM പോലെയുള്ള അപൂർവവും മാരകവുമായ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സകൾ മെഡിക്കൽ പ്രൊഫഷണലുകൾ തേടുന്നത് തുടരുമ്പോൾ മിൽറ്റിഫോസിൻ ഒരു മികച്ച ഓപ്ഷനായി നിലകൊള്ളുന്നു.